കേട്ടോ. അപ്പൊ ഋതുക്കുട്ടി യൂണിഫോം ഒക്കെ ചെയ്ത് ഇരിപ്പുണ്ട് അല്ലേ ഋതു വളരെ എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ ഫസ്റ്റ് ഡേ എങ്ങനെ ആവുമെന്ന്. ഋതുവിനെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലാണ് കേട്ടോ നമ്മൾ ചേർത്തത്, സെൻറ് തോമസ് സ്കൂളിലാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് അവളെ വിളിച്ചുകൊണ്ട് വരാനായിരുന്നാലും കൊണ്ടാക്കാനായിരുന്നാലും. പക്ഷേ ഇപ്പോൾ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് എനിക്ക് വിളിക്കാനോ പോകാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു വാനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഇതാണ് അവിടുത്തെ യൂണിഫോം, വെള്ള ടീഷർട്ടും പിന്നെ കുഞ്ഞുള്ളവരെ ഇങ്ങനെ പെറ്റിക്കോട്ട് പോലത്തെ രീതിയിലുള്ള പാവാടയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവൾ ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്, കാരണം പുതിയ യൂണിഫോം ആണല്ലോ ഇട്ട് പോകുന്നത്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ആൾ. അപ്പോൾ നാളെ തൊട്ട് ഇനി എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. ഇവർക്ക് സ്കൂൾ തുറന്നത് മെയ് 29 കേട്ടോ, ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഡേ വന്നത്. അപ്പോൾ ഇവർക്ക് കുഞ്ഞു പിള്ളേർക്ക് മെയ് 29 പിന്നെ വലിയ പിള്ളേർക്കൊക്കെ ജൂണിലാണ് തുറക്കുന്നത്. ഈ 29 പോയിട്ട് പിന്നെ ഇവർക്ക് 3 പോയാൽ മതി. അപ്പോൾ ഈ 29 ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ്. എന്ന് വെച്ചാൽ വേറെ വലുതായിട്ട് കാര്യങ്ങളൊന്നുമില്ല, ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ടീച്ചറിനെ പരിചയപ്പെടുന്നതും അതൊക്കെയാണ്. പിന്നെ അവിടെ എന്തെങ്കിലും പ്രോഗ്രാം, ഓഡിറ്റോറിയത്തിൽ എന്തെങ്കിലും പ്രോഗ്രാം കാണുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഉച്ചയ്ക്ക് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് അവ ഇന്നൊന്നും കൊണ്ടുപോകണ്ട, കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ കേട്ടോ. ഋതു പാർക്കിൽ പോയി കളിക്കാന്നൊക്കെയാണ് വിചാരിക്കുന്നത് അല്ലേ ഋതു? സ്കൂളിലെ പാർക്ക് പഠിക്കോ ഋതു? നീ പഠിക്കോ? കോടിയെന്ന് കണ്ട, നല്ല ഗുരുത്തമുള്ള കൊച്ചാണ്, പഠിക്കണം കേട്ടാ. ഫസ്റ്റ് റാങ്ക് വാങ്ങോ നീ? പൊന്നി ചേച്ചി പോലെ മെഡൽ കിട്ടണോ? ഇന്നല്ല 3-ാം തീയതി തൊട്ട് പഠിത്തം തുടങ്ങി. നല്ലപോലെ പഠിക്കുവോ? പഠിക്കോ? ടീച്ചർ പറയും പോലെയൊക്കെ കേൾക്കോ? ഗുഡ് ഗേൾ ആണേ ഗൈസ്. ഋതു ഇപ്പൊ പ്രോമിസ് തന്നിരിക്കുകയാണ്, ഋതു പഠിച്ച് നല്ലൊരു വലിയൊരു ആളാവും അല്ലേ ഋതു? നമ്മള് മെഡലൊക്കെ വാങ്ങും, ഫസ്റ്റ് റാങ്ക് കിട്ടാൻ മെഡൽ കിട്ടുമല്ലോ, മെഡലൊക്കെ വാങ്ങാന്നാണ് പറയുന്നത്. എന്താവോ എന്തോ അല്ലേ ഋതു? ഋതു എല്ലാരെയും തോപ്പിക്കും അല്ലേ ഋതു? ഋതു സൂപ്പർ ഗേൾ ആണ്. അവള് ഡോക്ടറാണ് ആവാൻ പോണത് അല്ലേ ഋതു? ഡോക്ടറായി മെഡൽ എല്ലാം പഠിക്കണം കേട്ടാ. അമ്മ ഇല്ലെങ്കിലും പഠിക്കണം. പഠിക്കോ? ടീച്ചർ പറയും പോലെ കേൾക്കണം. അതൊക്കെ ഓക്കെ, പഠിത്തമൊക്കെ ഓക്കെ. ടീച്ചർ പറയും പോലെ കേൾക്കണം. ടീച്ചറിനെ തിരിച്ചൊന്നും പറയാൻ പാടില്ല. ഓക്കെ? ഒരു കൊമ്പ് മതിയേ. ഇത് വേണോ? ഐലൈനർ വരയ്ക്കണോ? വേണ്ടല്ലേ? വേണോ? എല്ലാം വരച്ചേ പോവുള്ളൂ. അത് തന്നെ, ഋതുവിനെ ഒരുക്കിയിട്ട് വേണം എനിക്ക് ഒരുങ്ങാൻ. ഇല്ല ഇത് വരയ്ക്കണോടി? ഇത് വരയ്ക്കണോ? വേണ്ട. ഓ പൊട്ട് കളഞ്ഞ പൊട്ട് കളയല്ലേ? പൊട്ട് കളയല്ലേ? കരി വേണ്ട പരുതു. വേണോ? ഇതൊക്കെ വരച്ച് പോവും. അതിന് വരയ്ക്കയില്ല, തീർന്നത്. ചീപ്പിനി എവിടെയെങ്കിലും എടുത്ത് കളയും. ചീപ്പിനി ഞാൻ അവരൊക്കെ തന്നെ അമ്മ ഇന്ന കൊണ്ടാക്കി തന്നില്ലേ, ബാഗില്ലാതെ തുണിയില്ലാതെ. ഇതിലുള്ള കാലൊന്നും ഇല്ല. പീക്കറി ഇത് എനിക്ക് ഇടാനുള്ളതാണ്. പീക്കറി പെണ്ണിന് കാലും ഇല്ല, നൂലവും ഇല്ല. ഗമ 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 ഇതില് ഗമ സ്റ്റൈല് കൂടി. സ്റ്റൈല് സ്റ്റൈല് സ്റ്റൈൽ ഇട്ടാ, സൂപ്പർ സ്റ്റൈൽ ഇട്ടാ. എവിടെ പോണ്? എവിടെ പോണ് മാഡം?
അച്ചാമ്മയെ പോയി സർപ്രൈസ് ചെയ്യാം. അച്ചാമ്മ എങ്ങനെയുണ്ടെന്ന് കേട്ടാവേ. കുഴപ്പമില്ലടി, അച്ചാമ്മ പോയി കാണില്ലേ. അച്ചാമ്മ ഭയങ്കര ഗമ എല്ലാവരും ഇത് മക്കളെ സൂപ്പർ. ഓ സുന്ദരി. ഇതിൽ കാണാൻ സൂപ്പർ കേട്ടാ. കൈ ഇങ്ങനെ തന്നെ ഇരുന്നാ സൂപ്പർ മക്കളെ, അടിപൊളി. ഇത് കുട്ടിയാണ്, എന്റെ ഋതുവാണ് ഇത് അല്ലേ. അച്ചാമ്മേരെ കാല് തൊട്ട് വഴി കാല് തൊട്ട് വഴി ഈ തൊഴണം. അപ്പൊ ഗൈസ്, ഇതാണ് ഋതുവിന്റെ സ്കൂൾ ബാഗ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇത് നമ്മൾ ഗൾഫിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാണ് കേട്ടോ. സിമ്പിൾ ബാഗാണ്, അല്ലാത്ത ബാഗൊന്നും നമ്മൾ വാങ്ങിയില്ല. അതൊക്കെ നമ്മൾ നോക്കിയപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്, അപ്പോൾ ഇവർക്ക് തൂക്കാൻ പറ്റില്ല, ഇവർക്ക് ആരോഗ്യം ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ബാഗാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ ഹാൻഡ് ഓവർ ചെയ്യേണ്ട ബുക്സാണ് ഗൈസ്. അപ്പോൾ അവർക്ക് കുറച്ച് ബുക്സൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടേംസ് ബുക്കാണ് കേട്ടോ. ഇത്രയും കൊച്ചിന് പഠിക്കാനുള്ള ബുക്സാണ് കണ്ടോ. ടെസ്റ്റും ബുക്സല്ല, ടെസ്റ്റാണ് കണ്ടോ. ഇത്രയും ഫസ്റ്റ് ടേമിൻ്റെ ബുക്കാണ്. അപ്പോൾ ഇത്രയും നമുക്ക് അവിടെ ഹാൻഡ് ഓവർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് കാണിച്ചു തരാം. ഇത് നമ്പേഴ്സ് ബുക്കാണ് ഇവിടെ, എന്നുവെച്ചാൽ സർക്കിള്, നമ്പർ ഇങ്ങനെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് 3 ഇങ്ങനത്തെ ഒരു ബുക്ക്. ഇതുകൊണ്ട് കണ്ടോ. പക്ഷെ കൊച്ചിന് ICSE ആയതുകൊണ്ട് നല്ല ഇതുണ്ട് കേട്ടോ, നല്ല പഠിക്കാൻ നല്ല പോലെ ഉണ്ട് അല്ലേ ഋതു. ഇതൊരു ബുക്ക്. പിന്നെ വേറൊരു ബുക്ക് എന്ന് പറയുന്നത് ടേം 1 കളറിങ് എന്ന് പറയുന്നത് നമ്പേഴ്സിൻ്റെ ആണ്. മറ്റേത് ആൽഫബറ്റ്സ്, ഇത് നമ്പേഴ്സ് പഠിക്കുന്നത്, കർവ് ഇങ്ങനെയൊക്കെ. ഇതൊക്കെ നമ്മൾ ഇപ്പോഴേ പഠിക്കൂ ഗൈസ്. നമ്മളൊക്കെ എത്ര വയസ്സായപ്പോഴാണ് പഠിച്ചത് കണ്ടോ. ഇവർക്ക് ഇപ്പോഴേ ഓരോന്നുണ്ട്. അങ്ങനെ ഒരു ബുക്കുണ്ട്. പിന്നെ കളറിങ്, ഡ്രോയിങ് കളറിങ് ഒക്കെ. ഇതെൻ്റെ ഋതുവിന് പുഷ്പമാണ് അല്ലേ. പുഷ്പം അല്ലേ ഋതു, കളറിങ് ചെയ്യൂലേ നീ? ഇതൊക്കെ അവൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും കേട്ടോ. കളറിങ് ഋതുവിന് ഫസ്റ്റ് കിട്ടും. പിന്നെ ഇത് അൺറൂൾഡ് ബുക്ക്, അവരൊരു ബുക്ക് കൊടുത്തു വിടാൻ പറഞ്ഞു. അൺറൂൾഡ് ബുക്കും പിന്നെ ഡ്രോയിങ് ബുക്കും കൂടെ നമ്മുടെ അടുത്ത് വാങ്ങാൻ പറഞ്ഞു അഡീഷണൽ ആയിട്ട്. ഇത് ഡ്രോയിങ് ബുക്കാണ്, അവർക്ക് വരയ്ക്കാൻ വേണ്ടി ആയിരിക്കും കേട്ടോ. പിന്നെ ഉള്ളത് ഹണി ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഇത് 3 വിഷയമാണ്. EVS, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ എന്താ മാത്സ്, 3 കൂടെ അടങ്ങിയതാണ്. കണ്ടോ, ഇത് മാത്സ്. പിന്നെ ഇങ്ങോട്ട് പിറകിലോട്ട് EVS ആണ് കണ്ടോ. EVS ഒക്കെ കണ്ടോ പഠിക്കാൻ. ഇതൊക്കെ ഈ കുഞ്ഞു പിള്ളേർക്ക് ഇപ്പോഴേ പഠിക്കാനുണ്ടെന്ന് വെച്ചാൽ ഒരു UKG ഒക്കെ ആയിട്ട് ഈ സെൻറ്റൻസ് ഒക്കെ പഠിക്കാൻ ഓക്കെയാണ്. പക്ഷെ പിള്ളേർക്ക് ഇപ്പോഴേ ഉണ്ട് കേട്ടോ. ഇത് പഠിക്കുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇത് അവളുടെ സ്റ്റോറി ബുക്സ്. ഇത്രയും സാധനങ്ങളാണ് നമ്മളിന്ന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. എനിക്ക് സമയമില്ല, അതാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. പിന്നെ കൊടുത്തു വിടേണ്ടത് പെൻസിൽ ബോക്സ് കൊടുത്തിടാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ പെൻസിൽ ബോക്സാണ് വാങ്ങിയത്. ഇത് നമ്മൾ 2ാമത് വാങ്ങിച്ചതാണ്. ഫാൻസി ഇത് ബോക്സ് അലൗഡ് അല്ല. അപ്പോൾ പെൻസിൽ ബോക്സ് അങ്ങനെ നമ്മൾ ആദ്യം ഋതുവിന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഇതാണ്. പാവം കുട്ടി, ഇത് വിധിയില്ല ഇതുമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി വലുതായിട്ട് ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ പെൻസിൽ, കട്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ കൊടുത്തുവിടാൻ പറഞ്ഞത് ക്രയോൺസ്, പേരെഴുതി എല്ലാത്തിനും നമ്മൾ നെയിം സ്ലിപ്പും കാര്യങ്ങളും എഴുതി വെക്കാൻ പറഞ്ഞു. എന്നുവെച്ചാൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ ഏത് കുട്ടിയുടെ സാധനമാണ് ഇതെന്ന്. അങ്ങനെ നമ്മളെല്ലാം ക്രയോൺസും കാര്യങ്ങളെല്ലാം കൊടുത്തു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇന്ന് ഹാൻഡ് ഓവർ ചെയ്യും. ഇന്ന് പ്രത്യേകിച്ച് പഠിത്തം കാര്യങ്ങളൊന്നുമില്ല, അവിടെ ഒരു പ്രോഗ്രാംസ് കാര്യങ്ങളുണ്ട്. പിന്നെ ടീച്ചേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, കുട്ടിയും അമ്മയുടെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് സ്നാക്സും ഒന്നും കൊടുത്തു വിടുന്നില്ല. അല്ലെങ്കിൽ സ്നാക്സൊക്കെ കൊടുത്തു വിടണം, ടവല്, അങ്ങനെയൊക്കെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർ മുടി ഇങ്ങനെ കെട്ടാവോ അങ്ങനെ കെട്ടാവോ എന്നൊക്കെ എന്തൊക്കെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവൾക്ക് വേണ്ടി ഇതാണ്, ഈ സ്നാക്സ് ബോക്സാണ് വാങ്ങിയത്. പിന്നെ ഇത് അവളുടെ വാട്ടർ ബോട്ടിൽ.
പിന്നെ അഡീഷണൽ ഡ്രസ്സൊക്കെ വെക്കണം, അത് ഇന്ന് വെക്കേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണല്ലേ ഋതു. അപ്പോൾ ഋതു നല്ലപോലെ പഠിച്ചു വരും എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം എൻ്റെ മോളൂട്ടിക്ക് വേണം കേട്ടോ. അപ്പോൾ ഋതു ഇന്ന് പഠിക്കാൻ പോവാണ്, ഫസ്റ്റ് സ്കൂൾ ഡേ ആണ് കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോകൾ ഞാൻ എടുക്കാൻ പറ്റുമെങ്കിൽ സ്കൂളിൽ പോയിട്ട് എടുക്കാം. എനിക്ക് പേടി കേട്ടോ സ്കൂളിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ, പറ്റുമെങ്കിൽ എടുക്കാം. ഓക്കെ, ബൈ. സ്നാക്സ് ബോക്സ് ഒക്കെ എടുത്ത്. അപ്പോൾ ഇന്ന് ഞാനും സുചേച്ചിയും കൂടെ ആണ് കേട്ടോ കൊണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സുചേച്ചിയുടെ കൂടെ ആക്റ്റീവ് ഇരുന്ന ആൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഏതായാലും അമ്മ വരുന്നില്ല. അമ്മ ഏതായാലും 3-ാം തീയതി വരാമല്ലോ എന്ന് പറഞ്ഞിട്ടിരുന്നത്. അപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ച് 3-ാം തീയതി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്കൂളെത്തിയിട്ടുണ്ട്. ഇവിടെ 2-3 ഗേറ്റ് വഴിയുണ്ട് കേട്ടോ ഈ സ്കൂളിൽ കയറാൻ. അപ്പോൾ ഈ കൊച്ചു പിള്ളേരുടെ വഴി ഇതാണ്, ഗേറ്റ് നമ്പർ 1, ഗേറ്റ് നമ്പർ 3, ഇങ്ങനെ 4, 5, 6 എന്ന് കുറേ ഗേറ്റ് ഉണ്ട്. അപ്പോൾ കൊച്ചു പിള്ളേരെ ഈ വഴിയാണ് പോകുന്നത്. അല്ലാതെ ഇതിൻ്റെ മെയിനായിട്ടുള്ള അപ്പുറത്ത് ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഋതുക്കുട്ടി പഠിക്കാൻ പോകുന്ന സ്കൂളെന്ന് പറയുന്നത്. അപ്പോൾ ഋതുവിന് അപ്പുറത്തെ സെക്ഷനും വലിയ പിള്ളേർക്ക് ഇപ്പുറത്തെ സെക്ഷനും ആണ്. അപ്പോൾ ഋതുവിന് സ്കൂളൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. ആൾ മുമ്പേ കണ്ടായിരുന്നു അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ. അപ്പോൾ നമുക്ക് ആദ്യം പോകേണ്ടത് ക്ലാസ്സിലല്ല, ഒരു ഓഡിറ്റോറിയം, സെൻറ്റ് ജോസഫ് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ ചെല്ലാൻ പറഞ്ഞു. അവിടെ കുറച്ച് കാര്യങ്ങളും പ്രോഗ്രാംസൊക്കെ ഉണ്ട്. എന്നിട്ട് വേണം നമ്മൾ ക്ലാസ്സിൽ കൊണ്ടിരുത്തുന്നത്. അപ്പോൾ അതിന് നല്ല നടക്കമുണ്ടായിരുന്നു. ഞാൻ നല്ല ടയേർഡായിട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് ഈ വയറും വെച്ചുകൊണ്ട് നടക്കാൻ വയ്യ. എന്നാലും ഞാൻ കുറേ ദൂരമൊക്കെ നടന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇതുപോലെ ഈ ഓഡിറ്റോറിയത്തിൽ കയറാൻ വേണ്ടി വേറൊരു ഗേറ്റ് വഴി നമുക്ക് വരാമായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പുറത്തെ വഴി വന്നു. അതാ ഇത്രയും നടക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ബിൽഡിംഗ് ആയിട്ട് അവർക്ക് വലിയ കുട്ടി, ചെറിയ കുട്ടി ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴും മൃദു ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവൾക്ക് സ്കൂളിൽ പോകുന്ന ആദ്യ ദിവസം ഇവൾ കരയും, പോകുന്നില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മളെക്കാളും എക്സൈറ്റ്മെൻ്റ് അവൾക്കായിരുന്നു. പിന്നെ പ്രാർത്ഥന കേട്ടോ. With immense joy and excitement as we gather to welcome the newest and most delightful members of the St. Thomas School family, our precious LKG children. My dear little friends, today marks the beginning of an incredible journey filled. അങ്ങനെ പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. വിളക്കൊക്കെ കൊളുത്തി. ആ കുഞ്ഞു മക്കൾ പാടുന്ന കേട്ടിട്ട് ഞാനും ഇങ്ങനെ ഇമേജ് ചെയ്ത് കേട്ടോ, അടുത്ത വർഷം ഋതു ഇതുപോലെ പാടാനുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് എത്ര വേണമെങ്കിലും ഇമാജിനേഷൻ ചെയ്യാമല്ലോ. അപ്പോൾ ആ കുഞ്ഞു മക്കൾ പാടിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. ഇവർക്ക് ഇങ്ങനെ പാടുമോ, ഇത്ര നല്ലതായിട്ട് പാടുമോ എന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ സെക്കൻഡായിട്ട് വന്നത് PP2 എന്ന് വെച്ചാൽ UKGയിലെ സ്കൂൾ ലീഡറാണ് അവിടുത്തെ. ആ കൊച്ചും നല്ലപോലെ സംസാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഇവരുടെ ക്ലാസ്സിലോട്ടാണ്. ഇവിടെ കളിക്കാൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ക്ലാസ്സിൽ കൊണ്ടാക്കിയ ശേഷം കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങൾ തന്നു. സ്നാക്സ്, ലഞ്ച് ടൈം എന്ത് കൊണ്ടുവരണം അങ്ങനെയൊക്കെ. പിന്നെ ഉള്ള വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല, ക്ലാസ് റൂമിൽ കയറുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.